ഭൂമിയിൽ നിന്നും നഗ്ന നേത്രങ്ങളാൽ കാണാൻ സാധിക്കാത്ത ഒരു ഗ്രഹം. അതെ, സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹമായ യുറാനസ്. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് യുറാനസ് ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തെ നമുക്ക് ഭൂമിയിൽ നിന്നും നഗ്ന നേത്രങ്ങളാൽ കാണാൻ സാധിക്കാറില്ല. എന്നാൽ യുറാനസിനെ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത് ഈ ഗ്രഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ അയച്ച ഒരു പേടകം യുറാനസിന്റെ അരികിലൂടെ കടന്നു പോവുകയും നമുക്ക് യുറാനസിനെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. എന്നാൽ യുറാനസ് മറ്റു ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രഹം തന്നെയായിരുന്നു. എങ്കിൽ എന്തൊക്കെയാണ് യുറാനസിനെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? എന്തൊക്കെയാണ് യുറാനസ് എന്ന ഭീമൻ ഗ്രഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ൽ 1718 ജർമ്മൻ ബ്രിട്ടീഷ് ആസ്ട്രോണമറായ വില്യം ഹെർച്ചൽ വാനനിരീക്ഷണം നടത്തുന്നതിനിടയിലായിരുന്നു ഈ ഒരു ഗ്രഹത്തെ കണ്ടെത്തിയത്. അന്ന് അദ്ദേഹത്തിന്റെ ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം നടത്തുന്നതിനിടയിൽ നക്ഷത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വസ്തുവിനെ കാണാനിടയായി. പിന്നീട് അദ്ദേഹം ആ വസ്തുവിനെ കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ ആ വസ്തു സൂര്യനെ വലം വെക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ഇത് നമ്മുടെ സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം ആ ഗ്രഹത്തിന് ദി ജോർജിയൻ പ്ലാനറ്റ് എന്ന് പേര് നൽകി. അന്നത്തെ 3ാം ഇംഗ്ലണ്ട് ചക്രവർത്തിയായിരുന്ന ജോർജ് സീഡസിനോടുള്ള ബഹുമാനാർത്ഥമായിരുന്നു ഈ ഒരു പേര് നൽകിയത്. എന്നാൽ പിൽക്കാലത്ത് ജോൺ എലിയട്ട് ബോർഡ് എന്ന ജർമ്മൻ ആസ്ട്രോണമറാണ് ഗ്രീക്ക് മിത്തോളജിയിലെ ആകാശത്തിന്റെ ദേവനായ യുറാനോസിന്റെ പേര് ഈ ഗ്രഹത്തിന് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിന് കാരണം നമ്മുടെ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങൾക്കെല്ലാം ഗ്രീക്ക് ദേവന്മാരുടെ പേരാണ് കൊടുത്തിരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഈ ഗ്രഹത്തിനും പേര് നൽകാമെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ 1850 മുതൽ ജോർജിയൻ പ്ലാനറ്റ് യുറാനസ് ആയി മാറി. എന്നാൽ യുറാനസിനെ നമ്മുടെ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ആക്സിയൽ ടിൽറ്റ് ആണ്. നമ്മുടെ ഭൂമിക്ക് വെറും 23 ഡിഗ്രി മാത്രമേ ആക്സിയൽ ടിൽറ്റ് ഉള്ളൂ. എന്നാൽ യുറാനസിന്റെ ആക്സിയൽ ടിൽറ്റ് എന്ന് പറയുന്നത് ഏകദേശം 98 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ യുറാനസ് സൂര്യനെ വലം വെക്കുന്നത് ഏതാണ്ട് ഉരുളുന്ന പോലെയാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തെ മൊത്തം എടുത്ത് ഒരു പ്ലെയിൻ സർഫസിലേക്ക് വെച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെല്ലാം സൂര്യനു ചുറ്റും ഒരു പമ്പരം പോലെ കറങ്ങിക്കൊണ്ടായിരിക്കും വലം വെക്കുക. മറിച്ച് യുറാനസ് ആ സർഫസിലൂടെ ഉരുണ്ടുകൊണ്ടായിരിക്കും സൂര്യനെ വലം വെക്കുക. യുറാനസിന്റെ ഈ വലിയ ആക്സിയൽ ടിൽറ്റ് കാരണം യുറാനസിന്റെ ഇക്വേറ്ററിനേക്കാളും കൂടുതൽ സമയവും ധ്രുവപ്രദേശങ്ങളാണ് സൂര്യനോട് അഭിമുഖമായി നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹം യുറാനസ് ആണ്. ധ്രുവപ്രദേശങ്ങൾ സൂര്യനോട് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ യുറാനസിലെ കൂടുതൽ കാലാവസ്ഥകളും സംഭവിക്കുന്നത് ഈ ധ്രുവപ്രദേശങ്ങളിലാണ്. ഏകദേശം -195 ഡിഗ്രി സെൽഷ്യസ് ആണ് യുറാനസിന്റെ താപനില. എന്നാൽ സൂര്യനോട് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന യുറാനസിന്റെ ഇരുണ്ട ഭാഗത്ത് ഏകദേശം -224 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയാറുണ്ട്. അതായത് യുറാനസിന്റെ ഇരുണ്ട ഭാഗത്ത് നെപ്റ്റ്യൂണിനേക്കാളും താപനില കുറയാറുണ്ടെന്നർത്ഥം. എന്തെന്നാൽ നെപ്റ്റ്യൂണിന്റെ താപനില വെറും -200 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പേറിയ ഗ്രഹമായി യുറാനസിനെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മുടെ സൗരയൂഥത്തിൽ എനിക്ക് കോയിൻസിഡൻസ് ആയി തോന്നിയ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും ചൂടേറിയ ഗ്രഹം സൂര്യനോട് വളരെ അടുത്ത് നിൽക്കുന്ന മെർക്കുറിയല്ല, മറിച്ച് രണ്ടാമതായി വരുന്ന വീനസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും തണുപ്പേറിയ ഗ്രഹം സൗരയൂഥത്തിലെ ലാസ്റ്റ് ഗ്രഹമായ നെപ്റ്റ്യൂൺ അല്ല, മറിച്ച് സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്ന യുറാനസ് ആണ്. ഇത് നമ്മൾ ഗ്രഹത്തിന്റെ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഇവ രണ്ടും സെക്കൻഡ് എന്ന സ്ഥാനത്താണ് വരുന്നത്. സോ നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ സൗരയൂഥത്തിൽ വല്ല കോയിൻസിഡൻസ് ആയിട്ടുള്ള സിമിലാരിറ്റികളും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. നമ്മുടെ ഭൂമി 24 മണിക്കൂർ കൊണ്ട് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങും. എന്നാൽ യുറാനസിന് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ വെറും 17 മണിക്കൂർ മാത്രം മതി. എന്നാൽ യുറാനസിന് സൂര്യനെ ഒരു തവണ വലം വെക്കണമെങ്കിൽ ഭൂമിയിലെ 84 വർഷങ്ങൾ വേണം. അതായത് യുറാനസിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ 17 മണിക്കൂറും എന്നാൽ യുറാനസിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമിയിലെ 84 വർഷങ്ങളുമാണ്. യുറാനസ് നമ്മുടെ ജൂപ്പിറ്ററിനെയൊക്കെ പോലെ തന്നെ ഒരു ഗ്യാസ് ജയന്റ് ഗ്രഹമാണ്. എന്നാൽ വളരെ തണുപ്പേറിയ ഗ്രഹമായതുകൊണ്ട് തന്നെ യുറാനസിനെ ഐസ് ജയന്റ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. യുറാനസ് ഒരു ഗ്യാസ് ജയന്റ് ഗ്രഹമായതുകൊണ്ട് തന്നെ യുറാനസിന് കൃത്യമായ ഒരു ഉപരിതലമില്ല, മറിച്ച് വലിയൊരു അന്തരീക്ഷമാണ് ഉള്ളത്. പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമാണ് ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ളത്. കൂടാതെ ചെറിയ തോതിൽ മീഥെയ്നും അമോണിയയും ജലവുമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ യുറാനസിനെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കാണാറുള്ളത്. അതിന് കാരണം യുറാനസിലെ ചെറിയ തോതിലുള്ള മീഥെയ്ൻ ആണ്. അതായത് മീഥെയ്ൻ സൂര്യനിൽ നിന്നും യുറാനസിലെത്തുന്ന സൂര്യപ്രകാശത്തിലെ നീലയൊഴിച്ച് ബാക്കി എല്ലാ വർണ്ണങ്ങളെയും അബ്സോർബ് ചെയ്യുകയും മറിച്ച് നീല നിറത്തെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. യുറാനസിൽ മീഥെയ്ന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് യുറാനസിനെ
ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കാണപ്പെടുന്നത്. എന്നാൽ നെപ്റ്റ്യൂണിൽ വലിയ അളവിൽ മീഥെയ്ൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നെപ്റ്റ്യൂണിനെ ഡാർക്ക് ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ പോലെ തന്നെ യുറാനസിലും നിരന്തരം കാറ്റുകൾ വീശാറുണ്ട്. ഏകദേശം 900 km/h വേഗതയിലാണ് യുറാനസിൽ കാറ്റുകൾ വീശാറുള്ളത്. അതായത് നമ്മുടെ ഭൂമിയിൽ ഇന്നേ വരെ വീശിയിട്ടുള്ള ഏറ്റവും വലിയ കാറ്റിന്റെ 2 മടങ്ങോളം വേഗതയിലാണ് യുറാനസിൽ നിരന്തരം കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ യുറാനസിൽ 2 ദിശയിലേക്കാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതായത് യുറാനസിന്റെ ധ്രുവ പ്രദേശങ്ങളിൽ യുറാനസ് കറങ്ങുന്ന അതേ ദിശയിലേക്കും, എന്നാൽ ഇക്വേറ്റർ ഭാഗത്ത് യുറാനസ് കറങ്ങുന്നതിന്റെ എതിർ ദിശയിലേക്കുമാണ് വീശുന്നത്. യുറാനസിനും മറ്റ് ഗ്രഹങ്ങളെ പോലെ ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. നിലവിൽ 23 ഉപഗ്രഹങ്ങൾ നമ്മൾ യുറാനസിന് ചുറ്റും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഉപഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ പേര് നൽകിയിട്ടുള്ളത്. എന്തെന്നാൽ സാധാരണ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഗ്രീക്ക് ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ റോമൻ ദൈവങ്ങളുടെയോ പേരാണ് നമ്മൾ കൊടുക്കാറുള്ളത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വില്യം ഷേക്സ്പിയറിന്റെയും അലക്സാണ്ടർ പോപ്പിന്റെയും ചില കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്. യുറാനസിന്റെ 23 ഉപഗ്രഹങ്ങളിൽ ഒട്ടുമിക്കതും യുറാനസ് രൂപപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായവയല്ല, മറിച്ച് യുറാനസിന്റെ അടുത്തൂടെ പോയപ്പോൾ യുറാനസ് അതിന്റെ ഗുരുത്വാകർഷണം കൊണ്ട് ഉപഗ്രഹങ്ങളാക്കി മാറ്റിയെടുത്തവയാണ്. മിറാണ്ട, ഏരിയൽ, അംബീരിയൽ, ടൈറ്റേനിയ, ഒബ്രിയോൺ എന്നിവയാണ് യുറാനസിന്റെ 5 പ്രധാന ഉപഗ്രഹങ്ങൾ. യുറാനസിനും ശനിയെ പോലെ ചുറ്റും വളയങ്ങളുണ്ട്. എന്നാൽ യുറാനസിന്റെ ഈ വളയങ്ങൾ ശനിയുടെ വളയങ്ങളെക്കാൾ ചെറുതും വളരെ മങ്ങിയതുമാണ്. മുൻപ് പലതവണ യുറാനസിനെ നമ്മൾ നിരീക്ഷിച്ചിരുന്നെങ്കിലും ഈ വളയത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്ത ചിത്രങ്ങളിലൂടെയാണ് ഈ വളയങ്ങളെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിച്ചത്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ നിരവധി ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിലും യുറാനസിനെ നിലവിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ. അതെ, വോയേജർ 2. വോയേജർ 2 സൗരയൂഥത്തിന്റെ പുറത്തേക്കുള്ള യാത്രക്കിടയിലെ ഒരു ഘട്ടത്തിൽ യുറാനസിന്റെ അടുത്തൂടെ കടന്നു പോവുകയുണ്ടായി. യുറാനസിൽ നിന്നും ഏകദേശം 81,500 കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് വോയേജർ 2 അന്ന് കടന്നുപോയത്. ആ പരിമിതമായ സമയം കൊണ്ട് വോയേജർ 2 യുറാനസിന്റെ വളയങ്ങളെ കുറിച്ചും അന്തരീക്ഷത്തെ കുറിച്ചും കൂടാതെ യുറാനസിന്റെ ചില ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയും അതിന്റെ ഡാറ്റ ഭൂമിയിലേക്ക് അയക്കുകയും കൂടെ യുറാനസിന്റെ ചില ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. വോയേജർ 2 ശേഷം മറ്റൊരു സ്പേസ് ക്രാഫ്റ്റും യുറാനസിന്റെ അടുത്തുപോയി പഠനങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ യുറാനസിനെ കുറിച്ച് നമുക്കുള്ള അറിവുകൾ വളരെ പരിമിതമാണ്. യുറാനസിലേക്കുള്ള നിരവധി ദൗത്യങ്ങൾ നാസ പോലുള്ള സ്പേസ് ഏജൻസികളുടെ പ്ലാനിങ്ങുകളിൽ ഉണ്ടെങ്കിലും അവയൊന്നും ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. സോ ഭാവിയിൽ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ നമുക്ക് യുറാനസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ യുറാനസിനെ കുറിച്ചുള്ള ധാരാളം പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. യുറാനസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.